ഹായ്, എല്ലാവർക്കും നേനൂസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഒനിയൻ റിംഗ് ആണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒനിയൻ റിംഗ് ആണിത്. എന്നാൽ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അത്യാവശ്യം വലിപ്പത്തിലുള്ള 2 സവോളയാണ് എടുത്തേക്കുന്നത്. ആ സബോളനെ തൊലിയെല്ലാം കളഞ്ഞ് ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സബോളനെ ഈ ഒരു രീതിയിൽ മാറ്റിയെടുക്കാം. ഞാൻ ഇപ്പോൾ അരിഞ്ഞു വെച്ചിരുന്ന സബോള മുഴുവൻ അടർത്തി മാറ്റി ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട്. 2 സബോളയിൽ നിന്ന് എനിക്ക് ഇപ്പോൾ ഇത്രയും റിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു സബോളയിൽ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യം റിങ് കിട്ടും. പിന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ 2 സബോള എടുത്തിട്ടുണ്ടെന്നുള്ളൂ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടെ ഒരു 3 ടീസ്പൂൺ അളവിൽ മൈദയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോൺഫ്ലവറിന് പകരം വേണമെങ്കിൽ അരിപ്പൊടി ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു 7 ബ്രെഡിൻ്റെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. 7 ബ്രെഡിന് മിക്സിയിൽ പൊടിച്ചെടുത്തേക്കുന്ന കേട്ടോ ഇത്. ഇനി ഇതിനായിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ ഇവിടെ എടുത്തു വെച്ചേക്കുന്ന കോൺഫ്ലവറും മൈദയും ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇവയെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒരു പേസ്റ്റ് പരുവത്തിനാക്കി എടുക്കുക. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി നമ്മൾ അടർത്തി മാറ്റി വെച്ചേക്കുന്ന ഓരോ ഒനിയൻ റിങ്സിനെയും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ മുക്കി ശേഷം അതിനെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുമ്പോൾ 2 വശവും നല്ലപോലെ ബ്രെഡ് ക്രംസ് ഒക്കെ അതിൽ പിടിപ്പിക്കണം. അപ്പോൾ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ഒരു ഒനിയൻ റിങ്ങിനെ തയ്യാറാക്കി വെച്ചിരുന്ന ബാറ്ററിലും ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതിനെ മുഴുവനായിട്ടും കോട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഞാനിപ്പോൾ എല്ലാ ഒനിയൻ റിങ്ങും ഇവിടെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഓയിൽ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇത് എപ്പോഴും വെക്കാവുള്ളൂ. ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ല. അപ്പോൾ ഇതാ എണ്ണ ചൂടായി വന്നപ്പോൾ ഓരോ ഒനിയൻ റിങ്സ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇപ്പം ഗ്യാസ് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഇതിൻ്റെ 2 വശവും മറിച്ചും തിരിച്ചും ഇട്ട് നല്ലപോലെ മൊരിഞ്ഞെടുക്കണം. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ ഇത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ ഒരു ബാച്ച് വറുത്ത് കോരിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി മുഴുവനും വറുത്ത് കോരി മാറ്റാം.
അപ്പോൾ ഈ ഒനിയൻ റിങ്സ് മുഴുവനായിട്ടും വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പുറമെ നല്ല ക്രിസ്പിയാണ്, ഉള്ളു നല്ല സോഫ്റ്റുമാണ്. നമ്മുടെ ഈ ഒനിയൻ റിങ് നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.